ഗായ്സ്, ഞങ്ങളിതാ ചെന്നൈയിലെത്തി. ചെന്നൈയിൽ കൂടെ ഇങ്ങനെ നടക്കുകയാണ്. ഇവിടെ അടുത്തെവിടെയോ മിസ്സിൻ്റെ കസിൻ്റെ വീടുണ്ട്, അവിടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ ചെന്നൈയുടെ ബാക്ക്ഗ്രൗണ്ട് വ്യൂ. ഞാനിങ്ങനെ ഇപ്പം ടൗണിലാണുള്ളത്. ഒരു ട്രെയിനൊക്കെ കയറി പോകണം, ഒരു ലോക്കൽ ട്രെയിൻ പിടിച്ച് പോകണം മിസ്സിൻ്റെ കസിൻ്റെ വീട്ടിലേക്ക്. ഞങ്ങൾക്ക് ഫുഡ് ഉണ്ട്, അവർ ഫുഡ് തരാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പിന്നെ കുറച്ച് നല്ല വൃത്തിയിൽ തന്നെ കഴിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ആ ഫുഡ് ആക്കാമെന്ന് വിചാരിച്ചത്. അപ്പം ചെന്നൈ കാണാത്തവർ ഇങ്ങനെയൊക്കെ ഒന്ന് കണ്ടോളൂ. ഞാൻ ഇതിന് മുന്നേ ഒരു പ്രാവശ്യം വന്നിട്ടുണ്ട്. ഇതാ എവിടെയാണ് MMC ഹോസ്പിറ്റലാണെന്ന് തോന്നുന്നു. ഇവിടുത്തെ ബിൽഡിംഗ് ഒക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇവരൊക്കെ ഇതാ എൻ്റെ കൂടെ ഉള്ളവരാണ്. ആദിത്യ നിങ്ങൾക്ക് അറിയായിരിക്കും, മറ്റേത് നിരഞ്ജന. ആ മുന്നിൽ പോകുന്ന 2 ബ്ലാക്കുകളും ഞങ്ങളെ കൂടെ ഉള്ളവരാണ്. എല്ലാവർക്കും സ്ഥലമൊക്കെ ഇഷ്ടമായോ? ഞാൻ കട്ട് ചെയ്ത് ഓരോന്നിടാം. ഇതായി പോയിക്കൊണ്ടിരിക്കുന്നതാണ് ഞങ്ങളെ മിസ്സ് ഞങ്ങൾക്ക് വഴി പറഞ്ഞു തരികയാണ്. ഭാഗ്യം എസ്കലേറ്റർ അല്ല, എസ്കലേറ്ററാണ് എനിക്ക് പേടിയാണ്. ഞങ്ങൾ ട്രെയിന് കയറാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെയോ വിളിച്ചൊക്കെ പറയുന്നുണ്ട്. ഇവിടെ കാണാൻ നല്ല നൈസ് ഉണ്ടെങ്കിലും നിലത്തൊക്കെ ചില വൃത്തികേടുകളൊക്കെ കാണുന്നുണ്ട് നൈസായിട്ട്. ഞാൻ ആദ്യമായിട്ട് എസ്കലേറ്ററിൽ കയറി എനിക്ക് പേടിയാവുന്നുണ്ട്. അവിടെ പോയി വീണില്ലെങ്കിൽ പിന്നെ കാണാൻ. ഹംസാണ്, അത്യാവശ്യം നല്ല തിരക്കുണ്ട്. ഏതോ ഒരു മൂലയിലേക്ക് ഞങ്ങളോട് നിൽക്കും. ഈശ്വര, അയാളെ കുറി നോക്കുക ഗൈസ്. അത്യാവശ്യം മോശമില്ലാത്ത രീതിയിൽ നാറുന്നുണ്ട്. ശ്വാസം വിടാൻ പറ്റത്തില്ല ഗൈസ്, നല്ല നാറ്റായിട്ട് എല്ലാവർക്കും നാറുന്നില്ലേ ഗൈസ്. ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലെത്തി. ഞങ്ങളിവിടെ ട്രെയിൻ കയറാനാണ് റെയിൽവേ സ്റ്റേഷനിൽ വന്നത്. എടി നിരഞ്ജൻ ഇങ്ങോട്ട് നോക്കും. ഫ്ലൈറ്റ് ഇതിലേ വരൂല പറഞ്ഞു, അതിനോണ്ട് ട്രെയിൻ കയറാമെന്ന് വിചാരിച്ചു. ഒരു ട്രെയിന് വരുന്നുണ്ട്, അവിടുന്ന് ഒരു ട്രെയിന് മിസ്സേ, ഇവിടുന്ന് ട്രെയിന് വരുന്നത്. അപ്പം ഞങ്ങൾ ഏതെങ്കിലും ഒരു ട്രെയിനിൽ കയറട്ടോ. സിമ്പിള നാട്ടിലൊക്കെ വംശനാശം വന്നു പോയ നമ്മളെ സ്റ്റേഷൻ മാസ്റ്ററെ കണ്ടുകിട്ടിയിട്ടുണ്ട്. ഞങ്ങളെ ട്രെയിനായിട്ട് വന്നാൽ ട്രെയിനിൽ സൂചി കുത്താൻ സ്ഥലമില്ല, ഫുള്ള് തിരക്കാണ് ഗൈസ്. അപ്പോൾ ബാക്കി വീഡിയോ നമ്മളെ അടുത്ത പാർട്ട് 2 കാണാം.